ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പൊ നമ്മളിന്ന് അച്ഛ ഉണ്ടാക്കണ മുട്ടക്കറിയാണ് കാട്ടുന്നത്. എല്ലാരും ഹായ് കൊടുക്കി, ഹായ് കൊടുക്കേ, ഹായ് അച്ഛ കൊടുക്ക, ഹായ്. ഇത് ഇട്ട ഞാന് അഭി അച്ഛന്റെ റെസിപ്പിയാണ് ഗായ്സ്. തക്കാളി, ഇതെന്താ, ഇത് വെളുത്തുള്ളി അല്ലേ, ഇത് വെളുത്തുള്ളി അല്ലേ, വെളുത്തുള്ളി, ഉള്ളി, പച്ചമുളക്, ഇഞ്ചി. ഇത് നമ്മൾ മുട്ട വെള്ളത്തിലിട്ട് തിളപ്പിച്ചത് കേട്ടോ. ഇതിൽ ഉപ്പും മഞ്ഞപ്പൊടിയാണ് ഇട്ടത്. ഒക്കെ അച്ഛന്റെ റെസിപ്പി. അങ്ങനെ അച്ഛ കോപ്പി അടിച്ച റെസിപ്പി എന്നാണ് അച്ഛ പറയുന്നത്. അപ്പൊ നമ്മൾ ഉണ്ടാക്കാൻ തുടങ്ങാണ്. അതെ, ബാക്കി നമ്മളത് ഇതുവരെയാണ് അച്ഛ കോപ്പി അടിച്ചത്, ബാക്കി അച്ഛൻ്റെതാട്ടോ. അങ്ങനെയാണ് അച്ഛ പറയുന്നത്. നമ്മക്കറിയില്ല, വല്ല ഫേസ്ബുക്കിലും കണ്ടു വന്നതാവും. അതെ, ഇത് കളർ ചെയ്തതാണ്, നേർച്ചതൊന്നല്ല. അതെ, വെളുപ്പിച്ചതാണ്. ഞങ്ങക്ക് കളറിങ് ചെയ്തിട്ട് ഭയങ്കര മോഡേൺ ആയി നടക്കാനാണ് ഇഷ്ടം. അതുകൊണ്ട് ഇങ്ങനെ ചെയ്ത. അടുത്തത് അമ്മേനെയാണ്. കുറച്ച് ചട്ടി റെഡി. അതെ, ഇന്നത്തെ വ്ളോഗിൽ ഫുള്ള് അച്ഛൻ, അബി, അമ്മ. ഞാനാണ് വീഡിയോ എടുക്കുന്ന ആള്. ഒരു കണക്കിന് എന്ത് ചെയ്യാനാണ് ഗൈസ്, എത്ര വീഡിയോ എടുത്താലും അരമണിക്കൂർ ആവണില്ല. ഞങ്ങളുടെ കഷ്ടപ്പാട് അറിയാതെ ഓ മൈ ഗോഡ്. വെളിച്ചെണ്ണ പാരരുത് എന്നാണ് അമ്മയുടെ നിർദ്ദേശം. എന്താ അങ്ങനെ ഒഴിച്ചാ പോരുന്ന ഫുള്ളൊഴിക്കേ. പിന്നെ പീച്ചാന് എന്ത് കുപ്പിയത് എന്തേ അതിന്റെ അമ്മ അച്ഛ ഒന്നായിട്ട് വരാൻ നിൽക്കുന്നു. അമ്മ കാണും. പിന്നെ അടപ്പ് തുറന്ന് ബംഗാളിയാളപ്പം കൂടി വെള്ള കുപ്പി അത് വലുത്, ചെറിയ കുപ്പി, വലിയ വെള്ള കുപ്പി. വലുത് ചെറുതൊക്കെ ഉണ്ട്. മോഡലാണ് കറി. രണ്ടാളും കുപ്പായില്ലാത്ത ആൾക്കാരാണ്, പാവങ്ങളിലെ. നമ്മളെന്നും ഇങ്ങനെ തന്നെ. നിങ്ങൾക്ക് എന്താണ് അച്ഛന്റെ കറീനെ കുറിച്ച് പറയാനുള്ളത്? ഇത്രയും കണ്ടതിൽ ഒന്നുമില്ല, ഉണ്ടാക്കി വരട്ടെ, കഴിച്ചോക്കട്ടെ. ഉണ്ടാക്കിട്ട് കഴിച്ചു നോക്കാം നമുക്ക്. അതെ, ലാസ്റ്റ് എക്സ്പ്രഷൻ ഞാനും അമ്മയും ഇടുക. അപ്പൊ ഇത് ഞങ്ങൾ ഒരു ദിവസം ഉണ്ടാക്കിട്ട് ഇഷ്ടപ്പെട്ടോണ്ടാണ് കേട്ടോ വീണ്ടും ഇത് ഉണ്ടാക്കാൻ പറഞ്ഞത്. അപ്പൊ നിങ്ങൾ ഇന്നത്തെ ബർത്ത്ഡേ സർപ്രൈസിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? പ്രത്യേകിച്ച് ഒന്നും പറയാനല്ല, സന്തോഷം. എല്ലാരും സർപ്രൈസ് ആയിട്ട് കേക്കൊക്കെ തന്നു, അതൊക്കെ കഴിച്ചു, അയൽവാസികൾക്കൊക്കെ കൊടുത്തു. സർപ്രൈസ് ആരാ സെറ്റ് ചെയ്തത്? ഞാനും. അതുകൊണ്ടാണ് ഇത്ര അടിപൊളിയായത്, അല്ലെങ്കിൽ കാണേനു. അപ്പൊ ഇതാട്ടോ ഞമ്മള് വർത്താനം പറഞ്ഞതിന്റെ ഇടയ്ക്ക് ഒരു ഇതാ ജീരകം ഇതിലിട്ടു. ആദ്യം മുളക് അത്രേ. അപ്പൊ ആക്കണ് നമ്മൾ വെല്ലുള്ളിയും ഇതൊക്കെ ഇട്ടിട്ട് കേട്ടോ. ആ ഫുള്ള് ഒരുമിച്ചിട്ട് അങ്ങോട്ട് ഇളക്കി തന്നെ, അല്ലാതെ മോഡലാക്കാനൊന്നും. അതെ, അച്ഛന്റെ ഹെൽപ്പർ ആട്ടോ. അച്ഛൻ പുറത്തുനിന്ന് ഇറക്കിയതാണ്. ബംഗാളി ബായി. ഏ ബായി, ശരിക്കും പണിയെടുക്കൂ. ഹേ, ചതച്ചപ്പോഴാണ് ഒന്നുണ്ടാ ഇട്ടത്. നിങ്ങളെ മൊത്തത്തിൽ കിട്ടണമെങ്കിൽ ഇപ്പൊ ആകാശത്ത് പിടിക്കണം. അതാണ് ഇപ്പൊ സംഭവം. എന്താ ചെറുക്കടുക്കളൊക്കെ
അമ്മ ഇതാക്കണ് അമ്മേന്റെ അടുക്കള എന്നെ സുന്ദരിയാക്കിക്കണ് കൺമേശി പൊട്ട കെട്ടാണ്ട് മെഴുകുതിരി കത്തിച്ചേന്റെ പക്ഷേ മെഴുകുതിരി കത്തിച്ചേന്റെ ചൊറുക്കാണ് നോക്കട്ടോ. പിന്നെ എങ്ങനെയല്ലേ ഇപ്പൊ പാടുക? ഇതിലേറെ പാടണം, കളറാണ് മാറട്ടെ. ബംഗാളിക്ക് ഭയങ്കര മടിയാണ് ഗൈസ്. ഇതാക്കണ് പണി എടുക്കണില്ല. ഇതാക്കണു ഗൈസ്. അതല്ല അപ്പൊ നമ്മൾ മുട്ടയിടുന്നത് അഭിമുട്ടയിടാണ് ഗൈസ്. അഭിമുട്ടയിടുന്നത് കാണാത്തവര് ശരിക്കും വ്യക്തമായി കണ്ടോളൂ. അങ്ങനെ പറയരുത്. ഇത് കാക്കി പറഞ്ഞു അഭിക്ക് സിക്സ് പാക്ക് ഒക്കെ അതൊന്ന് കാട്ടല്. അതിനൊന്നുമില്ല. എന്നിട്ട് ഒരുങ്ങനെ പഠിച്ച കഴിഞ്ഞ് തീരുന്ന പ്രശ്നം. ഞാൻ പഠിച്ച കയ്യോ അത് ശരിയാണ്. ഇങ്ങനെ പഠിച്ച വെള്ളമൊക്കെ പറഞ്ഞ കുറച്ചുകൂടി വെള്ളം വേണം. ഒക്കെ വെന്തുന്നു. ഇതിൽ വേവാത്തൊരു സാധനം ഇന്നില്ല നിലവിൽ. അപ്പൊ നമ്മളെ അച്ഛന്റെ സ്പെഷ്യൽ അമ്മയ്ക്കുള്ള മുട്ടക്കറി. അമ്മയുടെ ബർത്ത്ഡേ സ്പെഷ്യൽ അച്ഛൻ ഉണ്ടാക്കണ മുട്ടക്കറി തയ്യാർ. കറി അങ്ങനെ വേണം പറയാൻ. അതെ, മുട്ട ഉണ്ടായതുകൊണ്ട് മുട്ടക്കറി വിളിക്കും. അതാ അപ്പൊ അച്ഛ ആദ്യമായിട്ടാട്ടോ നമ്മള് വ്ളോഗിൽ വരുന്നത്. ഒരു 1.5 വേവാണ് അച്ഛനെ കറി കൊണ്ടാണ് അച്ഛൻ വന്നിട്ടുള്ളത്. വന്നതോ അച്ഛങ്ങൾക്ക് എന്താണ് ഞങ്ങളെ വീഡിയോകളെ കുറിച്ച് പറയാനുള്ളത്? ലേറ്റസ്റ്റ് ആയിട്ട് അച്ഛൻ നിങ്ങളെ അഭിപ്രായം പറയും. എന്നാലും നിങ്ങള് ഇപ്പൊ അധികം വീഡിയോയിൽ വരാത്ത ഒരാളായതുകൊണ്ട് നിങ്ങളാണ് ഇപ്പൊ അഭിപ്രായം പറയേണ്ടത്. ഞാൻ ഗതികോടുകൊണ്ട് വന്നു പൊട്ടാണ്. ഇത് വെച്ച് തിന്നിട്ട് തിന്നുമ്പോൾ അഭിപ്രായം കണ്ടേ എന്നിട്ട് നോക്കാൻ മതി. അതെ, അച്ഛന്റെ റെസിപ്പിന്റെ റിയാക്ഷനും ടേസ്റ്റും ഇതൊക്കെ ഞങ്ങൾ പറയണ്ട്. എന്ത് മല്ലിപ്പൊടിയോ? മല്ലിപ്പൊടി ആൾക്കാരെ കാട്ടാൻ അത്ര ഇട്ടത്. മല്ലിപ്പൊടി കൂടുതലിടാൻ മല്ലിപ്പൊടിയല്ലേ ബീഫിക്കാനും. അതും ഒരു ഇതാണ്, നമുക്ക് ഇതാണ് ഒരു വെറൈറ്റി ആണ്. ആണ് അങ്ങനെ പറയുമ്പോ നമ്മള് ഭയങ്കര ആർട്ടിഫിഷ്യൽ ആയിട്ട് പറയാൻ പാടില്ല. ഇനി സ്പൈസസ് ഇടണം. എന്തൊക്കെയാണ് സ്പൈസസ്? ഏലക്കായ കുത്തിപ്പൊടിക്ക് ഇവിടെ ഉണ്ടെങ്കിലും ഏതെങ്കിലും ഒക്കെ ഉള്ള സാധനങ്ങളൊക്കെ കുത്തിപ്പൊട്ടിച്ചിട്ടോളി. അങ്ങനെ ടേസ്റ്റ് കൂടട്ടെ. അച്ഛാ, ഇത് അമ്മേന്റെ ബർത്ത്ഡേ സ്പെഷ്യൽ ആയിട്ട് നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കണെന്ന് പറഞ്ഞാൽ സമ്മതിക്കോ? നന്നായി സമ്മതിക്കും. കേടുന്ന അത് ഞാൻ ഒരിക്കലും ഞാൻ സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്താന്ന് പറയാം. അങ്ങനെ അതൊന്നല്ല പ്രശ്നം. പിന്നെന്താ പ്രശ്നം? എന്തൊക്കെയോ പ്രശ്നം. അല്ല, ഞമ്മളന്ന് തെരഞ്ഞപ്പോ അതൊക്കെ എവിടെയെന്ന് വെച്ചാ ഇല്ല വിളിച്ചിട്ടില്ല. അന്ന് ഞാൻ പറഞ്ഞില്ലേ ഇനിയിപ്പൊ അങ്ങോട്ട് വിളിച്ചോര് കടന്നിട്ടുണ്ടാവും പറഞ്ഞു. നിങ്ങൾ വിടുന്നതാ? ഞാൻ വിളിച്ചിട്ടില്ലല്ലോ. അമ്മ പറയും എന്തുകൊണ്ടാണ് ഇത്രയും ദിവസം നിങ്ങൾ വ്ളോഗിൽ വരാഞ്ഞത്? പറയൂ. പിന്നെ ബ്ലോഗിലൊന്നും വരാൻ പറ്റിയില്ല. നമ്മളെ അച്ഛമ്മ മരിച്ചു. 15 ഒരു മാസമായിട്ടോ, മാസം കഴിഞ്ഞു. അപ്പോൾ ഞാൻ ബ്ലോഗൊക്കെ തുടങ്ങിയതാണ്. അതുവരെ അതിനൊന്നൊരു മൂടുണ്ടായിരുന്നില്ല ചെയ്യാനൊന്നൊരു. ഞങ്ങളങ്ങനെ കുട്ടികളെ നോക്കണ മാതിരിയായിരുന്നു അച്ഛനെ നോക്കിയത്. അപ്പം നമുക്ക് പോയത് വല്ലാത്തൊരു നഷ്ടമായി. പിന്നെന്താ പറയാ, ഒന്നും പ്രത്യേകിച്ച് പറയാനില്ല. ആ കാട്ടിക്കൊടുക്കൊന്നും വേണ്ട. നമ്മൾ ഫുഡ് വ്ളോഗ് അല്ല ഉണ്ടാക്കണത്. നമ്മൾ ഒരു കോമഡി വ്ളോഗ് അത്രയാണ് ഉദ്ദേശിക്കണത്. സീരിയസ് ആയിട്ട് നമ്മളൊന്നും ചെയ്യണില്ല അതില്. അച്ഛ ഇതാക്കണ് ഇവിടെ. അച്ഛനെ സ്വന്തം കറിയെ പുകഴ്ത്തി പറഞ്ഞുകൊണ്ടിരിക്കാണ്. എന്ത്
എക്സ്പ്രഷൻ കിങ്. ഞാൻ വെക്കൂല. അവൻ എന്താവോ അമ്മായി ടേസ്റ്റ്. പെരും ടേസ്റ്റ്, പെരും ഇത് ടേസ്റ്റ്. ഞങ്ങളല്ലേ പറയണത്, നിങ്ങൾ തന്നെ ഉണ്ടാക്കി നിങ്ങൾ തന്നെ പറയാ. നിങ്ങൾ തിന്നിട്ട് പറഞ്ഞോളൂ. ആയിക്കോട്ടെ, എന്നാ അങ്ങനെ ആക്കിക്കൊണ്ട്. ഇനി ഒരു കറിയും വേണം. ഇത് മതി ധാരാളം. അച്ഛൻ ഉണ്ടാക്കിയ സ്പെഷ്യൽ ഇത് അച്ഛനെ തിന്നിട്ടോ. എന്താ അഭിപ്രായം ചോദിച്ചു നോക്കാം നമുക്ക്. എന്നിട്ട് അഭിപ്രായം സ്വന്തമായി അഭിപ്രായം കണക്കു. ഓസി വരെ ഇതാക്കണ്. അച്ഛൻ്റെ ഇതിന്റെ മണം കേട്ടിട്ടേ അത് മയങ്ങി ചോട്ടിലൊന്നിരിക്കണാക്കണ്. ഓസിന്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ അച്ഛൻ എന്ത് തിന്നാലും വായിലൊക്കെ ഇരിക്കലാണ് പരിപാടി. അപ്പൊ ഇനി ഞങ്ങളൊക്കെ ചോറിനട്ടെ. നമുക്കുള്ള ചോറ് വന്നിട്ടുണ്ട്. അപ്പൊ അഭി തിന്നിട്ട് അഭിപ്രായം പറയും. അച്ഛൻ പിന്നെ അച്ഛൻ്റെത് റെസിപ്പിയാണ്. അച്ഛൻ്റെ റെസിപ്പിയിലാണ് കാര്യം, അല്ലാതെ ഇതിലൊന്നല്ല. നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പൊ അഭിക്ക് നല്ല ടേസ്റ്റ് ഉണ്ട് എന്നാണ് പറഞ്ഞത്. ഇനി ഞാൻ ട്രൈ ചെയ്യട്ടെ. അങ്ങനെ എൻ്റെ സൈഡില്ല, എൻ്റെ നടക്കേന്ന് ചിക്കൻ കറിന്റെ ടേസ്റ്റ് ഇല്ലേ? നല്ല ടേസ്റ്റ് ഉണ്ട്. എനിക്ക് വേണ്ടായിരുന്നു, സാറില്ല. അപ്പോൾ ഇന്നത്തെ അച്ഛൻ്റെ സ്പെഷ്യൽ വ്ലോഗ് കഴിഞ്ഞു. കഴിഞ്ഞു പറയും എല്ലാവരും. എല്ലാവരും ബായ് കൊടുക്കും. ബായ് കൊടുക്ക്. ബൈ.